തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ അവ വെറും തലക്കെട്ടുകളല്ല, അതൊരു ജനതയുടെ ഹൃദയമിടിപ്പാണ്. അവരുടെ പ്രതീക്ഷകളും ആശങ്കകളും ഒക്കെ ഓരോ വോട്ടിലും പ്രതിഫലിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വെറും അക്കങ്ങൾക്കപ്പുറത്തേക്ക് പോവുകയാണ്. കേരളത്തിലെ മാവേലിക്കരയുടെ രാഷ്ട്രീയ മനസ്സ് ഡേറ്റ ഉപയോഗിച്ചൊന്ന് വായിച്ചെടുക്കാൻ ശ്രമിക്കാം. അവിടുത്തെ ഭരണം എങ്ങനെ ജനങ്ങളിലേക്കെത്തുന്നു, എവിടെയാണ് അതിന്റെ കണ്ണികൾ മുറിയുന്നത്, നമുക്കൊരുമിച്ച് പരിശോധിക്കാം. ഇത് കണക്കുകളുടെ ഒരു കളിയല്ല, മറിച്ച് ജനങ്ങളുടെ ശബ്ദം കേൾക്കാനും ഭരണത്തെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ മെച്ചപ്പെടുത്താനുമുള്ളൊരു ശ്രമമാണ്. ഈ യാത്രയിൽ നമ്മൾ ആദ്യം ജനവിധി എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. പിന്നെ മാവേലിക്കരയുടെ മണ്ണറിഞ്ഞ് അവിടുത്തെ മനുഷ്യരെ അറിഞ്ഞ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. ഈ ആവശ്യങ്ങൾ എങ്ങനെയാണ് അവിടുത്തെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്നത് എന്ന് കണ്ടതിനു ശേഷം ഈ അറിവ് ഉപയോഗിച്ച് എങ്ങനെ ഒരു നല്ല നാളെ കെട്ടിപ്പടുക്കാം, ഒരു നേതാവിന് എങ്ങനെ ജനങ്ങളുടെ സ്വന്തം ആളായി മാറാൻ കഴിയും എന്നും നമ്മൾ ചർച്ച ചെയ്യും. ശരി, നമുക്ക് തുടങ്ങാം. ഒരു വലിയ രാഷ്ട്രീയ ക്യാൻവാസ് മനസ്സിലാക്കാൻ ചിലപ്പോഴൊരു ചെറിയ ചിത്രം സൂം ചെയ്തു നോക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുകൊണ്ട് ഡേറ്റ അടിസ്ഥാനമാക്കിയുള്ള ഭരണത്തിന്റെ സാധ്യതകൾ മനസ്സിലാക്കാൻ നമ്മൾ മാവേലിക്കരയെ ഒരു സൂക്ഷ്മ പഠനത്തിനായി തിരഞ്ഞെടുക്കുകയാണ്. ഇതാണ് നമ്മുടെ പഠനകേന്ദ്രം, ആലപ്പുഴയുടെ ഹൃദയഭാഗമായ മാവേലിക്കര. ഇവിടുത്തെ കായലും കരയും കൃഷിയും സംസ്കാരവുമെല്ലാം ചേർന്നാണ്, അതെ, ഇതെല്ലാം ചേർന്നാണ് ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ നിറം നിർണ്ണയിക്കുന്നത്. നമുക്ക് ഈ മണ്ണിന്റെ സ്പന്ദനം ഒന്ന് തൊട്ടറിയാം. ഏതൊരു രാഷ്ട്രീയത്തെയും മനസ്സിലാക്കുന്നതിനു മുൻപ് നമ്മൾ ആ നാടിനെയും അവിടുത്തെ മനുഷ്യരെയും മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബാലറ്റ് പെട്ടിയിൽ വീഴുന്ന ഓരോ വോട്ടും ഓരോ ജീവിതത്തിന്റെ കഥയാണ് പറയുന്നത്. മാവേലിക്കരയുടെ ആത്മാവിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇവിടെ രണ്ട് ചിത്രങ്ങളുണ്ട്, അല്ലേ? ഒരു വശത്ത് പ്രകൃതിരമണീയമായ കായലും നെൽപ്പാടങ്ങളും നിറഞ്ഞ കാർഷിക കേരളത്തിന്റെ മുഖം. ഇത് അവരുടെ ഉപജീവനത്തിന്റെ ഉറവിടമാണ്. പക്ഷേ അതേസമയം മൺസൂണിലെ വെള്ളപ്പൊക്കമെന്നും ഭീഷണിയുമുണ്ട്. ഇനി മറുവശത്തെ നോക്കിയാലോ? ഉയർന്ന വിദ്യാഭ്യാസവും ലോകപരിചയവുമുള്ള ഒരു പുതിയ തലമുറ. പക്ഷേ ഈ പുരോഗതിയുടെ നടുവിലും ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ ഒരു നീറുന്ന യാഥാർത്ഥ്യമായിട്ട് അവിടെ തന്നെയുണ്ട്. ഈ വൈരുദ്ധ്യമാണ് മാവേലിക്കരയുടെ രാഷ്ട്രീയത്തെ ഇത്രയധികം സങ്കീർണമാക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ സാമൂഹിക ഘടനയിലേക്കൊന്ന് നോക്കാം. ജനസംഖ്യയിൽ ഏകദേശം 75% ഹിന്ദുക്കളാണ്. അതിൽ തന്നെ പട്ടികജാതി വിഭാഗത്തിന്റെ 16% സാന്നിധ്യം വളരെ നിർണായകമാണ്. ഒപ്പം 16% ക്രിസ്ത്യാനികളും 8% മുസ്ലിങ്ങളും. ഈ സമുദായങ്ങളുടെ എല്ലാം പ്രതീക്ഷകളും ആശങ്കകളും രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമ്പോൾ അത് തിരഞ്ഞെടുപ്പ് ഫലങ്ങളെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകമായി മാറുന്നു. ഓരോ വിഭാഗത്തിനും അവരുടേതായ ഇടവും ശബ്ദവുമുണ്ട്. രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും വാഗ്ദാനങ്ങൾക്കുമൊക്കെ അപ്പുറം ഡേറ്റ നമ്മൾ ശരിക്കും പരിശോധിക്കുമ്പോൾ മാവേലിക്കരയിലെ വോട്ടർമാർ 3 വ്യക്തമായ സൂചനകൾ നൽകുന്നത് നമുക്ക് കാണാൻ കഴിയും. ഭരണകർത്താക്കൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ള 3 പ്രധാന സിഗ്നലുകൾ. അപ്പോൾ എന്താണ് മാവേലിക്കരയിലെ വോട്ടർമാരുടെ മനസ്സിലിരിപ്പ്? 3 കാര്യങ്ങളാണ് അവരുടെ തീരുമാനങ്ങളെ പ്രധാനമായും സ്വാധീനിക്കുന്നത്. 1. അടിക്കടിയുണ്ടാകുന്ന വിലക്കയറ്റവും തൊഴിലില്ലായ്മയും സൃഷ്ടിക്കുന്ന സാമ്പത്തികമായ ഉത്കണ്ഠ. 2. സമൂഹത്തിലുണ്ടാകുന്ന ജാതീയമായ ചേരിതിരിവുകളും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളും. പിന്നെ 3-ാമത്തേത് സർക്കാർ പദ്ധതികൾ ആമവേഗത്തിൽ നീങ്ങുന്നതിലുള്ള ഒരുതരം മടുപ്പ്. നമുക്ക് ഓരോന്നായിട്ട് ആഴത്തിൽ പരിശോധിക്കാം. ആദ്യത്തെ സിഗ്നൽ അത് ഓരോ അടുക്കളയിലും അനുഭവിക്കുന്ന ഒന്നാണ്: വിലക്കയറ്റം. അരിയും പച്ചക്കറിയും മുതൽ ഗ്യാസ് വരെ എല്ലാത്തിനും വില കൂടുമ്പോൾ സാധാരണക്കാരന്റെ ജീവിതം ശരിക്കും ബുദ്ധിമുട്ടിലാകുന്നു. അതോടൊപ്പം ഗൾഫ് പണത്തെ ഒരുപാട് ആശ്രയിക്കുന്ന കുടുംബങ്ങളുള്ള മാവേലിക്കരയിൽ അവിടുത്തെ തൊഴിൽ നഷ്ടവും വരുമാനക്കുറവും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇത് കേവലം സാമ്പത്തികമായ കാര്യമല്ല, ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങളെയും ഭാവിയെയും വരെ ബാധിക്കുന്ന വൈകാരികമായൊരു പ്രശ്നം കൂടിയാണ്. 2-ാമത്തെ സിഗ്നൽ കേരള രാഷ്ട്രീയത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ്: സാമ്പത്തികമായ അസംതൃപ്തിയും. തങ്ങൾ അവഗണിക്കപ്പെടുന്നു എന്നൊരു തോന്നലും കാരണം പരമ്പരാഗതമായി ഇരു മുന്നണികൾക്കൊപ്പം ഉറച്ചുനിന്നിരുന്ന ചില പ്രബല സമുദായങ്ങൾ ഇപ്പോഴൊരു 3-ാം ബദൽ തേടുകയാണ്. ഈ കാസ്റ്റ് ഡ്രിഫ്റ്റ് എന്ന് പറയുന്നത് വെറുമൊരു വോട്ട് ചോർച്ചയല്ല, മറിച്ച് മാവേലിക്കരയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒരു ചെറിയ ഭൂകമ്പം തന്നെയാണ്. 3-ാമത്തെ സിഗ്നൽ ഭരണത്തിന്റെ കാര്യക്ഷമതയെക്കുറിച്ചാണ്. സർക്കാർ വലിയ വാഗ്ദാനങ്ങൾ നൽകുന്നു, പക്ഷേ ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്കെത്തുമ്പോഴേക്കും അതിന്റെ പ്രസക്തി ചിലപ്പോൾ നഷ്ടപ്പെടുന്നു. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ഈ വലിയ വിടവ് ഭരണത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെയാണ് തകർക്കുന്നത്. ഓർക്കണം, നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശത്തെയാണ് ഇത് ചോദ്യം ചെയ്യുന്നത്. ഓരോ പൗരനും അർഹമായ സേവനം സമയബന്ധിതമായി ലഭിക്കുക എന്നത് അവരുടെ അവകാശമാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ഈ 3 സിഗ്നലുകൾ മാവേലിക്കരയിലെ രാഷ്ട്രീയ മത്സരത്തിന്റെ സ്വഭാവം തന്നെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന് നോക്കാം. ഒരു ഇരുമുന്നണി പോരാട്ടം മാത്രം കണ്ടുകൊണ്ടിരുന്നവരിടം എങ്ങനെ ഒരു പ്രവചനാതീതമായ ത്രികോണ മത്സരമായി മാറി? ഈ കണക്കുകൾ ഒരു കഥ പറയുന്നുണ്ട്. നോക്കൂ,
2011 വെറും 4% വോട്ടുണ്ടായിരുന്ന BJP 2016 ആയപ്പോഴേക്കും 20% മുകളിലേക്ക് ഒരു നിർണായക ശക്തിയായി വളർന്നു. ഈ വളർച്ച പ്രധാനമായും വന്നതെവിടെ നിന്നാണ്? UDF വോട്ടുകളിൽ നിന്ന്. 2021 ഈ നില തുടർന്നതോടെ മാവേലിക്കരയിലെ മത്സരം വ്യക്തമായൊരു ത്രികോണ പോരാട്ടമായി മാറി. ഇവിടെ ഇനി ജയം അത്ര എളുപ്പമല്ല. ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ നിലവിലെ ജനപ്രതിനിധിയെ വിലയിരുത്തുമ്പോൾ 2 ചിത്രങ്ങൾ തെളിഞ്ഞുവരുന്നുണ്ട്. വ്യക്തിയെന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സത്യസന്ധതയും ജനങ്ങളുമായുള്ള ബന്ധവും ഒരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്, സംശയമില്ല. എന്നാൽ റോഡ്, കുടിവെള്ളം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലെ മെല്ലപ്പോക്ക് ഒരു പോരായ്മയായി ജനങ്ങൾ കാണുന്നു. ഇതിൽ നിന്നൊരു പാഠമുണ്ട്: വ്യക്തിപരമായ നന്മ മാത്രം പോരാ, ഭരണപരമായ കാര്യക്ഷമത കൂടി ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ കണക്ക് ഇതൊന്ന് ശ്രദ്ധിക്കുക. 4-1 വോട്ടർമാർ, അതായത് ഏകദേശം 40,000-നും 50,000-നും ഇടയിൽ വരുന്നൊരു വലിയ വിഭാഗം കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാൻ പോയില്ല. ഇവർ ആരുടെയും വോട്ട് ബാങ്കല്ല. ഇവർ നിലവിലെ രാഷ്ട്രീയത്തിൽ അതൃപ്തരാണ്. ഇവരുടെ വിശ്വാസം നേടാൻ ആർക്ക് കഴിയുന്നുവോ ഒരുപക്ഷേ മാവേലിക്കരയുടെ വിധി നിർണയിക്കുന്നത് അവരായിരിക്കും. ഇതുവരെ നമ്മൾ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി ഡേറ്റയിൽ നിന്ന് ലഭിച്ച ഈ വിവരങ്ങളെ അടിസ്ഥാനമാക്കി ജനങ്ങളുടെ യഥാർത്ഥ ആവശ്യങ്ങൾ പരിഹരിക്കാനുള്ള ഒരു കർമ്മപദ്ധതി എങ്ങനെ രൂപപ്പെടുത്താം എന്ന് നോക്കാം. പ്രശ്നനിർണയത്തിൽ നിന്ന് പരിഹാരത്തിലേക്ക്. ഇത് വെറുമൊരു ഡാറ്റയുടെ പട്ടികയല്ല, സാധാരണ മനുഷ്യരുടെ കണ്ണീരാണ്. മാവേലിക്കര ടൗണിലെ ഗതാഗത കുരുക്ക് മുതൽ ചുനക്കരയിലെ കർഷകന്റെ സ്വപ്നം നശിപ്പിക്കുന്ന കാട്ടുപന്നി വരെ ഓരോ പഞ്ചായത്തിലെയും പ്രശ്നങ്ങൾ നമ്മൾ തിരിച്ചറിയണം. കാരണം ഭരണം എന്നാൽ ഈ ചെറിയ എന്നാൽ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യങ്ങൾ പരിഹരിക്കലാണ്. പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ട്. ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങൾക്ക് ഇതാ 3 ഉറപ്പുകൾ. 1. 6 മാസത്തിനുള്ളിൽ കുഴികളടച്ച റോഡുകൾ. 2. എല്ലാ വീടുകളിലും ശുദ്ധമായ കുടിവെള്ളം. 3. നമ്മുടെ ചെറുപ്പക്കാർക്ക് നാട്ടിൽ തന്നെ അഭിമാനത്തോടെ ജോലി ചെയ്യാൻ ഒരു ടെക്നോളജി ഹബ്ബ്. ഇവ വെറും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളല്ല, കൃത്യമായ സമയപരിധിയുള്ള നടപ്പിലാക്കാൻ കഴിയുന്ന കർമ്മപദ്ധതികളാണ്. എന്നാൽ ഒരു നല്ല പദ്ധതി മാത്രം പോരാ, അത് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കാൻ കഴിയണം. അതിന് ശക്തമായ ഒരു ആശയവിനിമയ തന്ത്രം വേണം, അല്ലേ? വോട്ടർമാരുമായി അവരുടെ തലത്തിലും അവരുടെ മനസ്സിലും സംസാരിക്കാൻ ഒരു നേതാവിനെ എങ്ങനെ കഴിയും? ഈ ആശയവിനിമയ തന്ത്രത്തെ നമുക്ക് ചതുർമുഖ സിദ്ധാന്തം എന്ന് വിളിക്കാം. ഒരു നേതാവിന് സാഹചര്യങ്ങൾക്കനുസരിച്ച് 4 ഭാവങ്ങൾ സ്വീകരിക്കാം. ഭരണപക്ഷത്തിന്റെ കഴിവുകേടുകൾ തുറന്നുകാട്ടാൻ ഒരു പോരാളിയുടെ ശബ്ദം, സാമ്പത്തിക ഉത്കണ്ഠ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് സമാധാനവും സ്ഥിരതയും വാഗ്ദാനം ചെയ്യാൻ ഒരു പരിപാലകന്റെ വാക്ക്, പുതിയ തൊഴിലവസരങ്ങളിലൂടെ നാടിന് പുത്തൻ ദിശാബോധം നൽകാൻ ഒരു സ്രഷ്ടാവിന്റെ കാഴ്ചപ്പാട്, ഒടുവിൽ സാധാരണക്കാരന്റെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ ഒരു സംരക്ഷകന്റെ കരുത്ത്. ഈ 4 മുഖങ്ങളും ശരിയായി ഉപയോഗിക്കുന്ന ഒരു നേതാവിന് സമൂഹത്തിലെ എല്ലാവരുമായും സംവദിക്കാൻ കഴിയും. ഇവിടെയാണ് നമ്മൾ കാതലായ വിഷയത്തിലേക്ക് വരുന്നത്. ഡേറ്റയും തന്ത്രങ്ങളും തിരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള കുറുക്കുവഴികളല്ല, മറിച്ച് ഭരണം മെച്ചപ്പെടുത്താനും ജനങ്ങളെ ശരിയായി സേവിക്കാനുമുള്ള ഉപകരണങ്ങളാണ്. രാഷ്ട്രീയം വ്യക്തികൾ തമ്മിലുള്ള ഒരു വടംവലിയല്ല, മറിച്ച് നാടിനു വേണ്ടിയുള്ള മികച്ച ആശയങ്ങളുടെ മത്സരമായി മാറണം. ഈ വിശകലനം നമ്മളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തിന് മുന്നിലെത്തിക്കുകയാണ്. വിവരങ്ങൾ ഇന്ന് ഏറ്റവും വലിയ ശക്തിയാണ്. ആ ശക്തി അധികാരം നേടാൻ വേണ്ടി മാത്രമുള്ളൊരായുധമായി ചുരുങ്ങാതെ ജനങ്ങൾക്ക് നൽകിയ വാക്ക് പാലിക്കാനും ഓരോ പൗരന്റെയും അന്തസ്സ് കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഭരിക്കാനുമുള്ള ഒരു ഉപകരണമായി ഉപയോഗിക്കുന്നുവെന്ന് നമുക്കെങ്ങനെ ഉറപ്പാക്കാൻ സാധിക്കും? വിവരങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യയുടെ നിയമങ്ങൾക്കനുസരിച്ച് ഓരോ വ്യക്തിയുടെയും സ്വകാര്യതയെ മാനിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒരു നാടിനു വേണ്ടത് തങ്ങളെ കേൾക്കുന്ന, തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു നേതൃത്വമാണ്. അങ്ങനൊരു മാറ്റം നിങ്ങളുടെ മണ്ഡലത്തിൽ കൊണ്ടുവരാൻ, ആ ജനകീയ നേതൃത്വമായി മാറാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ അതിനൊരു വഴിയുണ്ട്. നിങ്ങളൊരു ജനകേന്ദ്രീകൃത നേതാവാകാനും നിങ്ങളുടെ നിയോജകമണ്ഡലത്തെ ഉയർത്താനും ആഗ്രഹിക്കുന്നുവെങ്കിൽ blueprintstrategies.ai-യുമായി mgr@blueprintstrategies.ai എന്ന ഇമെയിൽ വിലാസത്തിലോ 010420416002 എന്ന നമ്പറിലോ ബന്ധപ്പെടുക. രാഷ്ട്രീയത്തിന് പുറം